ഒരു ദിവസം ഈശോ ശിഷ്യന്മാരും ചേർന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറേ കച്ചവടക്കാരെ കണ്ടെത്തി. അവരോടൊപ്പം അന്ന് വൈകിട്ട് സത്രത്തിൽ താമസമാക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവ്, നല്ല മിടുക്കനായ, കാണാൻ സുമുഖനായ, നല്ല ആരോഗ്യമൊക്കെയുള്ളൊരു യുവാവ് ഈശോയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ ചോദിച്ചു, നീ എന്താ പണി ചെയ്യുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ കച്ചവടക്കാരുടെ മൃഗങ്ങളെ നോക്കുന്ന പണിയാണ്. മൃഗങ്ങൾക്കാണെങ്കിൽ മനുഷ്യനേക്കാളുണ്ട് സ്നേഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് പണി ഭയങ്കര ഇഷ്ടമാണ്. ഈശോ ചോദിച്ചു, അതെന്താ നിനക്ക് മനുഷ്യനോട് സ്നേഹമില്ലാത്തത്? അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യർ എപ്പോഴും നമ്മളെ വെറുപ്പിക്കും, നമ്മളെ ബുദ്ധിമുട്ടിക്കും, നമ്മളെ കഷ്ടപ്പെടുത്തും, നമ്മളെ പരിഹസിക്കും, അതുകൊണ്ട് എനിക്ക് മനുഷ്യനോട് ഇഷ്ടമല്ല. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ സ്നേഹം സമ്മാനിച്ചത് സ്നേഹം തന്നെയായ ദൈവമാണ്. ആ ദൈവമാണ് അവരെ സൃഷ്ടിച്ചത്. മനുഷ്യരും മൃഗങ്ങളും ഒക്കെ സ്നേഹിക്കുന്നതിന് കാരണം അവരെ സൃഷ്ടിച്ച അവരുടെ സ്നേഹം തന്നെയായ ദൈവമാണ്. നീ നിൻ്റെ സ്നേഹം ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചു വെച്ചാൽ ഓരോ ദിവസം ചെല്ലും തോറും നീ ഇങ്ങനെ ചുരുങ്ങി ഒരു ദിവസം നീ മനസ്സിലാക്കും നീ തന്നെ ഇല്ലാതായെന്ന്. അതുകൊണ്ട് നിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് തുറന്നു വിടണം. അപ്പോൾ തോബിയാസ് പറഞ്ഞു, എനിക്ക് ഭയങ്കര എളുപ്പമാണ് എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ സ്നേഹിക്കാൻ, പക്ഷേ എന്നെ വെറുക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഈശോ പറഞ്ഞു, അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് മാറുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമല്ല, നമ്മളെ വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാനായി നമ്മുടെ ഹൃദയത്തിൻ്റെ അതിർവരമ്പുകൾ തുറന്നിടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹമുള്ളവരായിട്ട് മാറുന്നത്. നമുക്കും നമ്മുടെ ഹൃദയവാതിലുകൾ ഒന്ന് തുറക്കാം. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നമ്മളെ ഇഷ്ടപ്പെടാത്തവരെയും സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു പുതിയ ദൈവികമായ സ്നേഹ വിപ്ലവത്തിന് നമുക്കും തുടക്കം കുറിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത കഥയുമായി വീണ്ടും കാണാം. ആമേൻ.